ഗൈസ്, അപ്പോൾ ഇന്ന് ഗെയിം വീക്ക് 17 ആണ് പ്രീമിയർ ലീഗിൻ്റെ. അപ്പോൾ ഗെയിം വീക്ക് 16 വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ എൻ്റെ സ്ലിപ്പ് ഇട്ടിട്ടുണ്ടായി. അത് വിന്നായിട്ടുണ്ട്. എൻ്റെ ക്യാഷ് ഔട്ട് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായി. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് അത് ഹെൽപ്പായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മാച്ചസ് ഏതൊക്കെയാണെന്ന്, ഓഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മാച്ച് ചെൽസിയും ന്യൂക്കാസിലിൻ്റെ ഹോമിൽ ന്യൂക്കാസിലും ചെൽസിയാണ്. ന്യൂക്കാസിലിൻ്റെ അവർക്ക് ഡിഫെൻസീവ് ലയബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ചെൽസി ടോപ്പ് 4 വേണ്ടി എയിം ചെയ്യുന്നതുകൊണ്ട് ഈ വർഷം ന്യൂ ഇയറിന് മുമ്പായിട്ട് അവർ സ്പോട്ട് കൺഫേം ചെയ്യുന്നതിനായിട്ട് അവർക്കും കാര്യമായിട്ടുള്ള ഇഞ്ചുറി കൺസേൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, പിന്നെ ഫൊഫാന, ചലോബ അവരെല്ലാം കളിക്കുന്നതുകൊണ്ടും ചെൽസി ഒരു ഡ്രോയെങ്കിലും പിടിക്കും എന്നുള്ള പ്രഡിക്ഷനിൽ ചെൽസി ഡബിൾ ചാൻസ് കൊടുക്കുകയാണ്. ബേൺലി സ്ട്രൈറ്റ് വിന്നാണ്. ബേൺലി നല്ലോണം കൺസീഡ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് എവേ മാച്ചസിൽ. ബ്രൈറ്റൺ സണ്ടർലാൻഡ് മാച്ചിൽ കാര്യമായിട്ടുള്ള പ്രഡിക്ഷൻസ് ഇല്ല. ബ്രൈറ്റൺ ജയിക്കേണ്ട ഒരു മാച്ചാണ് സ്റ്റിൽ. സണ്ടർലാൻഡ് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ ആ മാച്ച് സ്കിപ്പിംഗ് ആണ്. വോൾസും ബ്രെൻഫോർഡും അതേപോലെ തന്നെ സ്കിപ്പിംഗ് ആണ്. സിറ്റി ടേബിൾ ടോപ്പ് പ്രൈസിലുള്ളതുകൊണ്ട് സിറ്റി വിന്നാണ്. ഒരു കാര്യമായിട്ടുള്ള ഇഞ്ചുറി കൺസേൺസ് ഇല്ല, ഡോക്ക് ഒഴിച്ച്. പിന്നെ വെസ്റ്റ് ഹാം വലിയ ഒരു ഫോമിലും അല്ല ഉള്ളത്. അപ്പോൾ സിറ്റി സ്ട്രൈറ്റ് വിന്നാണ് കൊടുക്കുന്നത്. സ്പർസ് ലിവർപൂൾ മാച്ച്, സ്പർസ് നല്ല സ്ട്രഗ്ലിംഗ് ആണ്. ലിവർപൂൾ അവരുടെ ആ ഫോമിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ മാറി എന്നുള്ളത് സ്ലോട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ അത്ര പറയുന്ന തക്കതായ മോശം പെർഫോമൻസ് അല്ല അവരുടെ ഭാഗത്തു നിന്നുള്ളത്. ഡിഫെൻസീവ് ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ അതിൽ ലിവർപൂൾ വിന്നാണ് കൊടുക്കുന്നത്. പിന്നെ ലീഡ്സ് പാലസ് മാച്ച്, ലീഡ്സ് റീസെൻ്റ്ലി നല്ല ഫോമിലാണുള്ളത് സ്റ്റിൽ. പിന്നെ ലീഡ്സിൻ്റെ കളികൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അവർ കുറേ ലക്കി ഗോൾസ് അവർക്ക് വന്നിട്ടുണ്ട്. പിന്നെ പക്ഷെ അവർ ഡിഫെൻസീവ്ലി നല്ല ഷേപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. പാലസ് അവേ ഫ്രം ഹോം അവർ നല്ല ഫോമിൽ കളിക്കുന്ന ടീമാണ്. പക്ഷേ അവരുടെ സാറ് ആഫ്കോണിന് വേണ്ടി പോയിട്ടുണ്ട്. അതേപോലെ കമാഡ ഇഞ്ചുറിയാണ്. അപ്പോൾ സ്റ്റിൽ പാലസ് ഒരു ഡ്രോയെങ്കിലും പിടിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷനാണുള്ളത്. അപ്പോൾ അതിൽ പാലസ് ഡബിൾ ചാൻസ് കൊടുക്കുകയാണ്. എവർട്ടൺ ആഴ്സണൽ ഈസി മാച്ച് ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ ആഴ്സണൽ ഒരു 1-0 2-0 ജയിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ ഉണ്ട്. ഇപ്പോൾ ആഴ്സണൽ വിന്നാണ് കൊടുക്കുന്നത്. അസ്റ്റൺ വില്ല സിറ്റി യുണൈറ്റഡ് മാച്ചിൽ പ്രഡിക്ഷൻസ് ഇല്ല കാര്യമായിട്ടുള്ള. അതേപോലെ തന്നെ ഫുൾഹാം ഫോറസ്റ്റും കാര്യമായിട്ടുള്ള പ്രഡിക്ഷൻസ് ഇല്ല. അപ്പോൾ PL ആ മാച്ചസ് അത്രയാണുള്ളത്. പിന്നെ ലലീഗയിൽ നാളെ ബാഴ്സലോണ വിയറയലിൻ്റെ ഉണ്ട്. അപ്പോൾ അത് ബാഴ്സലോണ സ്ട്രൈറ്റ് വിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്ലിപ്പ് പിന്നെ ഒരു ലോങ് ഷോട്ടായിട്ടുള്ള സ്ലിപ്പാണ്. അപ്പോൾ ഇതിന് 27 ഓടുണ്ട്. അപ്പോൾ ഒരു 1-3% ബാങ്ക് റോൾ ആണ് ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അടുത്തതായിട്ടുള്ള സ്ലിപ്പ് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഏറ്റവും ഫൈനലായിട്ടുള്ള സ്ലിപ്പാണ്. അപ്പോൾ അതിൽ ന്യൂക്കാസിൽ ചെൽസി ഉണ്ടാവും. ബോൺമത്ത് ഉണ്ടാവും. സിറ്റി വെസ്റ്റ് ഹാമിൽ സിറ്റി ഉണ്ടാവും. സ്പാർസ് ലിവർപൂൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലിവർപൂൾ ഓർ ഡ്രോ ഡബിൾ ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇവരൊന്നുകിൽ ആ മാച്ച് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പിന്നെ ലിവർപൂൾ ഡബിൾ ചാൻസ് കൊടുക്കാവുന്നതാണ്. ലീഡ്സ് പാലസ് അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്. എവർട്ടൺ ആഴ്സണൽ മാച്ചും ഒരു രീതിയിൽ ആ ഫൈനൽ സ്ലിപ്പ് എന്നുള്ള രീതിയിൽ അതും സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ബാഴ്സലോണ വിയറയൽ കുറച്ചുകൂടി ഷുവറിറ്റിക്ക് വേണ്ടിയിട്ട് ബാഴ്സലോണ ഓർ ഡ്രോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും ആ ഫൈനൽ സ്ലിപ്പ്. 5 ഉണ്ടാവുക. അപ്പോൾ ഇതായിരിക്കും ഫൈനൽ സ്ലിപ്പിലുണ്ടാവുക.
അതേപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായി അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് മുമ്പത്തെ യൂറോപ്പ മാച്ചാണെങ്കിലും പിന്നെ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് 6 മാച്ചസ് ആണെങ്കിലും ഇത് സ്ലിപ്പ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലാം വിന്നായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീക്കിലെ PL മാച്ചും എല്ലാം വിന്നായിരുന്നു. അപ്പോൾ ടെലഗ്രാം വാച്ച് ചെയ്തവർക്കത് ഹെൽപ്പായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അവസാനത്തെ മാച്ചൊക്കെ വരുമ്പോൾ അതിന് മുമ്പായിട്ട് ക്യാഷ് ഔട്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാം ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക് യു.